സോ നമ്മളിനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് പാർട്ട് 2 ആണ്. സോ നമ്മുടെ ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ആണത്. സോ പാർട്ട് 2ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓൺ ബോത്ത് സൈഡ്സ് ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഡ്രോ എ ലൈൻ ആൻഡ് എ പെർപെൻഡിക്കുലർ ടു ഇറ്റ് ആസ് ബിലോ. സോ അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, ആദ്യം എന്ത് ചെയ്യുക, ഒരു ലൈൻ വരയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് പെർപെൻഡിക്കുലറായിട്ട് അടുത്തൊരു ലൈൻ വരയ്ക്കാം. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ലംബമായിട്ട് അടുത്തൊരു ലൈൻ വരയ്ക്കാം. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന് പേര് കൊടുക്കണം. എന്താ, ബി എ സി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. എ ബി സി എന്നോ സി ബി ഡി എന്നോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് ലെറ്റേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ. സോ ഇങ്ങനെ വരച്ചതിന് ശേഷം അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പേജ് എടുക്കാം. അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യം എന്ത് ചെയ്യാനാണ്, ഒരു ലൈൻ വരയ്ക്കുക, അതിന് ശേഷം അതിന് പെർപെൻഡിക്കുലറായിട്ട് അടുത്തൊരു ലൈൻ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ഇനി എന്താ പറഞ്ഞത്, നൗ ഡ്രോ ആൻ ആംഗിൾ വിത്തിൻ ഇറ്റ് ലൈക്ക് ദിസ്. ഇതേപോലൊരു ആംഗിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് 50 ഡിഗ്രിയാണ് വേണ്ടത്. അപ്പം നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ 50 ഡിഗ്രി മെഷർ ചെയ്യും. അപ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ ആയിട്ട് കിട്ടിയെന്ന് വിചാരിക്കും. ഓക്കെ, 50 ഡിഗ്രി എന്ത് ചെയ്തു, നമ്മൾ മെഷർ ചെയ്തു. നമുക്ക് ഇവിടെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, പ്രൊട്രാക്ടർ ഇവിടെ വെച്ചു, മെഷർ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ലൈന് അങ്ങോട്ടേക്ക് വരച്ചു. ഓക്കെ. സോ നമുക്ക് എന്ത് കിട്ടി, ഇതെത്രയാണ് കിട്ടി, 50 ഡിഗ്രിയാണ് കിട്ടി. ഓക്കെ, നമ്മളോട് എന്ത് വരയ്ക്കാനാണ് പറഞ്ഞത്, 50 ഡിഗ്രി വരയ്ക്കാനാണ് പറഞ്ഞല്ലേ. ഇനി നമ്മളോട് ചോദിക്കുന്നത് ചോദ്യങ്ങൾ, അതായത് നമുക്കിവിടെ പേര് കൊടുക്കുക. എന്തൊക്കെയാണ്, ഇത് സി ആണ്, ഇത് എ ആണ്, ഇത് ബി ആണ്. പുതിയതായിട്ട് ലൈൻ വരച്ചതിന് ഡി എന്ന് കൊടുത്തു. വാട്ട് ഈസ് ദി മെഷർ ഓഫ് ആംഗിൾ ഡി എ സി. ഈ ഡി എ സിയുടെ എത്രയാണെന്ന് പറഞ്ഞു, 50 ഡിഗ്രി ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സോറി, ഡി എ ബി എത്രയാണെന്ന് പറഞ്ഞു, ഡി എ ബി ആംഗിൾ ഡി എ ബി എത്രയാണെന്ന് പറഞ്ഞു, 50 ഡിഗ്രി എന്ന് പറഞ്ഞു. ഓക്കെ. സോ നമുക്കറിയാം പെർപെൻഡിക്കുലറായിട്ട്, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുള്ളൂ, ഒരു ഡി എ ബി മാത്രമേ തന്നിട്ടുള്ളൂ അല്ലേ. നമുക്ക് ആംഗിൾ സി എ ബിയും തന്നിട്ടില്ല, ആംഗിൾ സി എ ബിയും തന്നിട്ടില്ല, അതേപോലെ തന്നെ ആംഗിൾ സി എ ഡിയും തന്നിട്ടില്ല അല്ലേ. നമ്മളോട് ഇവിടെ എന്താ കണ്ടുപിടിക്കുന്നത്, ആംഗിൾ സി എ ഡി അല്ലെങ്കിൽ ആംഗിൾ ഡി എ സി കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ എഴുതാം, ഡി എ സി എന്ന് തന്നെ എഴുതാം, ആംഗിൾ ഡി എ സി എന്ന് തന്നെ എഴുതാം. സോ ഈ രണ്ട് ആംഗിളും നമ്മൾ എങ്ങനെയാണെങ്കിൽ രണ്ടെണ്ണം തന്നിരുന്നെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കാമായിരുന്നു അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ പെർപെൻഡിക്കുലറായിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ അത് ടോട്ടൽ എത്രയായിരിക്കണം, 90 ഡിഗ്രി ആയിരിക്കണം അല്ലേ. അത് എത്രയായിരിക്കണം, 90 ഡിഗ്രി ആയിരിക്കണം. സോ നമുക്കവിടെ ആൻസർ കിട്ടി. എന്ത്, ആംഗിൾ സി എ ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. സോ അപ്പം നമുക്ക് ഏറ്റവും വലിയ ആംഗിളും കിട്ടി, ഒരു ചെറുതും അറിയാം, 90യും 50 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഡി എ സി എത്രയായിരിക്കും, 90 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി, അതെത്രയാണ്, 40 ഡിഗ്രി ആയിരിക്കും അല്ലേ. സോ നമുക്കിവിടെ എഴുതാം 90 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി എത്രയാണ്, 40 ഡിഗ്രി. ഇനി ഈ എ ബി ഒന്നും കൂടെ സ്ട്രെച്ച് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ നേരത്തെ ആദ്യം വരച്ച ലൈനിനെ നമ്മൾ എന്ത് ചെയ്തു, കുറച്ചും കൂടെ ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്തു. എന്നിട്ട് അതിന് പേര് കൊടുത്തു, ഇ എന്ന് പേര് കൊടുത്തു. അതാണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. സോ നമുക്ക് ആംഗിൾ സി എ ഡി കിട്ടി 40 ഡിഗ്രി, ഡി എ ബി കിട്ടി 50 ഡിഗ്രി. ആംഗിൾ അങ്ങനെയാണെങ്കിൽ ഇതെത്രയായിരിക്കും, ആംഗിൾ സി എ ഇ എത്രയായിരിക്കും, ആംഗിൾ സി എ ഇ എത്രയായിരിക്കും. ഇത് പെർപെൻഡിക്കുലർ ആണല്ലേ. പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതെപ്പോഴും എത്ര തന്നെയായിരിക്കണം, ഇവിടെ ഇങ്ങനെ ഒരു ചിഹ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എത്ര തന്നെയാണ്, 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ്. സോ ഇവിടുത്തെ ചോദ്യം ആംഗിൾ ഡി എ ഇ എത്രയാണെന്നാണ്. സോ നമുക്ക് ഇവിടെ അറിയാം ഇതെത്രയാണ്,
പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇനി ഇത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 40 ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്. സോ ഇത് രണ്ടും കൂടെ കൂട്ടിയാലല്ലേ ഈ ഒരു ആംഗിൾ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് എത്രയാണ്? 130 ഡിഗ്രി. ഇനി ഇത് കണ്ടുപിടിക്കാൻ വേറൊരു വഴിയും കൂടെ ഉണ്ട്. നമുക്ക് ഇപ്പം ഇത് തന്നിട്ടില്ല എന്ന് വിചാരിക്കുക, 40 ഡിഗ്രി തന്നിട്ടില്ല എന്ന് വിചാരിക്കുക, 50 ഡിഗ്രി മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. നമ്മൾ ഈ പെർപെൻഡിക്കുലർ ലൈനും നമുക്ക് തന്നിട്ടില്ല എന്ന് വിചാരിക്കുക കേട്ടോ. പെർപെൻഡിക്കുലർ ലൈനും തന്നിട്ടില്ല, പകരം ഇങ്ങനെ തന്നിട്ടുള്ളൂ. ഇവിടെ വരയ്ക്കാം. അതായത് ഇങ്ങനൊരു ലൈനും തന്നിട്ടുണ്ട്, ഇങ്ങനൊരു ലൈനും തന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയൊരു ലൈനും തന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെ എത്രയാണെന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്? 50 ഡിഗ്രി എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്രയായിരിക്കും? നമുക്കറിയാം, ഒരു പ്രൊട്രാക്ടർ വെച്ച് കഴിഞ്ഞാൽ ഇത് 0 to 180 ഡിഗ്രി ആണല്ലേ. ഇനി ഇങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെങ്കിലോ ഇത് 0 to 180 ഡിഗ്രി ആയിരിക്കും നമുക്കറിയാം. സോ ടോട്ടൽ എത്രയായിരിക്കണം? നമുക്കറിയാം, ഒരു വൃത്തത്തിൻ്റെ സർക്കിളിൻ്റെ പകുതിയാണല്ലേ ഒരു പ്രൊട്രാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം എത്രയാണ്? 180 ഡിഗ്രിയാണ്. ഇത്രയും അതിൻ്റെ ഹാഫ് എത്ര തന്നെയായിരിക്കും? 180. അപ്പോൾ ടോട്ടൽ സർക്കിളിൻ്റെ എന്ന് പറയുമ്പം 360 ആണ്. പക്ഷേ നമ്മുടെ പ്രൊട്രാക്ടർ എന്ന് പറഞ്ഞാൽ സെമി സർക്കിളാണ്. സോ അത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. സോ ഇവിടെ 50 ഡിഗ്രി നമുക്ക് തന്ന സ്ഥിതിക്ക് 180യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? 50 ഡിഗ്രി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 130 എന്ന് കിട്ടും. ഓക്കെ, നോക്കൂ. ഡു യു സീ ഹൗ DAE ഈസ് റിലേറ്റഡ് ടു DAB എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇവിടെ നോക്കിയേ. നൗ ലുക്ക് അറ്റ് ദിസ് ഫിഗർ. ഇവിടെ നിങ്ങൾക്കറിയാം ആംഗിൾ DCB എത്രയാണ് തന്നിട്ടുണ്ട്? 60 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ACD എത്രയായിരിക്കും? അല്ലെങ്കിൽ DCA എത്രയായിരിക്കണം? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ടോട്ടൽ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. സോ 180 ഡിഗ്രി ആണെങ്കിൽ 60 നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് എത്രയായിരിക്കണം? 180 ഡിഗ്രി മൈനസ് 60 എത്രയാണ്? 120 ഡിഗ്രി ആയിരിക്കണം. ആംഗിൾ DCA എത്രയായിരിക്കണം? 120 ഡിഗ്രി. ഓക്കെ, ഇനി ഹൗ അബൌട്ട് ഡ്രോയിങ് എ പെർപെൻഡിക്കുലർ അറ്റ് C? ഇനി സിയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പെർപെൻഡിക്കുലർ, ഈ പിക്ചറിൽ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ആ ആംഗിളിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ DCE എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഇതെത്രയാണ്? ഇത് ടോട്ടൽ എത്രയാണെന്നറിയാം? 90 ഡിഗ്രി ആണെന്നറിയാം അല്ലേ? ടോട്ടൽ എത്രയാണെന്നറിയാം? 90 ഡിഗ്രി ആണെന്നറിയാം. ഇത് ടോട്ടലായിട്ട് 90 ഡിഗ്രി ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എങ്ങനെ കാണും? 90 ഡിഗ്രിയിൽ നിന്ന് 60 കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 30 ഡിഗ്രി എന്ന് കിട്ടും. ഇനി സോ ഹൗ മച്ച് ഈസ് DCA? അങ്ങനെയാണെങ്കിൽ DCA എത്രയായിരിക്കും? ഇത് 60 ആണെങ്കിൽ DCA എത്രയായിരിക്കണം? 120 ഡിഗ്രി ആയിരിക്കണം അല്ലേ? അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ ആണ് പെർപെൻഡിക്കുലർ തന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെ കാണാം? പെർപെൻഡിക്കുലർ തന്നതുകൊണ്ട് ആദ്യത്തേത് 90 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി എത്രയാണ്? 30 ഡിഗ്രി. ഇനി അടുത്ത് DCA ആണ് ചോദിച്ചത്. DCA കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ 90 ഇത് നമുക്ക് 30 ഡിഗ്രി എന്ന് കിട്ടിയ സ്ഥിതിക്ക് ഇത് 90 ആണ്. അപ്പം 90 + 30 ഡിഗ്രി 120 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ.